ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു ആത്മവിശ്വാസക്കുറവേ ഇല്ല. ഞങ്ങൾ മുൻപ് പറഞ്ഞിരുന്നല്ലോ, റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി ഇവിടുന്ന് വിജയിക്കും. അപ്പോൾ അക്കാര്യത്തിൽ ഞങ്ങളെല്ലാ ഒരുക്കങ്ങളും പാർട്ടിയുടെ അതിനിടയിലാണ് ദുരന്തം വന്നത്. ആ ദുരന്തം വന്ന പ്രദേശങ്ങളിലും അതുമായി ബന്ധപ്പെട്ട എഫക്റ്റിലായ കാര്യങ്ങളിലുമൊക്കെ മറ്റു പ്രവർത്തനങ്ങളൊന്നും നമ്മൾ നടത്താറില്ല. പക്ഷെ എന്നാലും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പാർട്ടി പ്രവർത്തകരും മുന്നണി പ്രവർത്തകരും ഒക്കെ സജീവമാകും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. അത് കൃത്യമായിട്ട് കിട്ടും. അതൊക്കെ അങ്ങനത്തെ ഒന്നും അതൊന്നും ഉണ്ടാവില്ല. അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകും എല്ലാ കാര്യങ്ങളും. സാധാരണ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനാണ് ഒരുപാട് സമയം വേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് സ്ഥാനാർത്ഥി നേരത്തെയായി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധി മുഴുവൻ സമയം ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്തൊന്ന് പ്രവർത്തിക്കും. എങ്ങനെയാണ് അല്ല, ഈ ഇലക്ഷൻ്റെ ഞങ്ങൾ നമ്മളെല്ലാം ധരിച്ചത് എന്തായിരുന്നു, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ദിവസം ഇലക്ഷൻ്റെ കൂടെ നടത്തുന്നതാണ്. അതില്ലായിരുന്നു. പിന്നെ വയനാട് ഒരു കാഷ്വാലിറ്റിയും വന്നു. ആ കാരണം പറഞ്ഞ ഒരു മാറ്റി. ഇനിയിപ്പോൾ മഹാരാഷ്ട്ര, ജാർഖണ്ഡ് ഇലക്ഷനാണ് വരാനുള്ളത്. ആ ഇലക്ഷൻ്റെ കൂടെ എന്തായാലും ഉണ്ടാവണം. 6 മാസത്തിനുള്ളിൽ ഇലക്ഷൻ നടത്തുന്നതാണല്ലോ നിയമം. നവംബറിൽ 6 മാസം തീരും. അപ്പോൾ ഞങ്ങൾ ഇലക്ഷൻ തയ്യാറാണ്. പ്രിയങ്കാജിക്ക് മറ്റു പ്രദേശങ്ങളിലും പ്രചരണത്തിന് പോകേണ്ടി വരും. എന്തായാലും ഇവിടെ സമയം ചിലവഴിക്കും നന്നായിട്ട്.